രുചിഭേദങ്ങൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സദ്യയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഓലനാണ്. അതിനായിട്ട് ഞാനിവിടെ പച്ചമത്തൻ എടുത്തിരിക്കുകയാണ്. പച്ചമത്തൻ വേണം നമ്മളെപ്പോഴും ഓലൻ ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച മത്തൻ്റെ അത്രയും എടുത്തിട്ടില്ല, ഒരു 300 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് ചതുര കഷ്ണങ്ങളായിട്ട് ഇതേപോലെ തിന്നായിട്ട് വേണം മുറിക്കാനായിട്ട്. പിന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിലരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ചീഞ്ചട്ടിയിൽ 1 ഗ്ലാസ് നേർപ്പിച്ചെടുത്ത തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മത്തനും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർന്ന് നന്നായിട്ടിത് ഈ തേങ്ങാപ്പാലിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഞാനെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഓലന് ഈ തേങ്ങാപ്പാലിൽ വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ. അങ്ങനെ മത്തൻ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച ശേഷം നമ്മൾ വീണ്ടും ഒരുപാട് നേരം അടുപ്പിൽ വെക്കില്ല, വേഗം തന്നെ ഓഫ് ചെയ്യണം. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങണ വരെ വെക്കുക. അതിന് ശേഷം കറിവേപ്പില ഇടുകയാണ്. പിന്നെ പച്ച വെളിച്ചെണ്ണ, ഇതാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കുറുക്കിയെടുത്ത ഓലനാണ് നമ്മൾ ഉണ്ടാക്കാറ്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചോറിന് സൈഡ് ഡിഷായിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസിൽ തേങ്ങാപ്പാലിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഉപ്പേരിയും കൂടെ വെച്ചിട്ട് സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ സദ്യയുടെ ഓലൻ ഞങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കാറ്, അതും പാലക്കാട് സ്റ്റൈലിൽ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓലനാണത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചിലവർ വെള്ളപ്പയറൊക്കെ ഇട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ പക്ഷേ എനിക്ക് ഈ രീതിയിലാണ് ഇഷ്ടം. ഇങ്ങനെയും ഞങ്ങളുടെ നാട്ടിൽ സദ്യകളിൽ കിട്ടാറുണ്ട്. നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ താങ്ക് യു ഓൾ.